നമസ്കാരം. തപോവനം അമൃതവാണിയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ദശാവതാര കഥകളുടെ ആദ്യ ഭാഗത്തിന് നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരത്തിന്റെ പൂർണ്ണകഥയാണ്. മനസ്സിന് കഠിനമായ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗവാന്റെ ഈ കഥ കേൾക്കുന്നത് ജീവിതത്തിൽ വലിയ സമാധാനവും ധൈര്യവും തരുമെന്നാണ് വിശ്വാസം. പണ്ട് ദുർവാസാവ മഹർഷിയുടെ ശാപം കാരണം ദേവന്മാർക്ക് അവരുടെ സകല ഐശ്വര്യങ്ങളും ശക്തിയും നഷ്ടപ്പെട്ടു. ഈ അവസരം മുതലെടുത്ത് അസുരന്മാർ ദേവലോകം കീഴടക്കി. ഒടുവിൽ ദേവന്മാർക്ക് നഷ്ടപ്പെട്ട ശക്തി തിരികെ കിട്ടുവാനായി ദേവന്മാരും അസുരന്മാരും ഒന്നിച്ച് പാലാഴി കടയാൻ തീരുമാനിച്ചു. മന്ദരപർവ്വത്തെ കടകോലായും വാസുകി എന്ന നാഗത്തെ കയറായും ഉപയോഗിച്ചാണ് അവർ പാലാഴി മഥനം തുടങ്ങിയത്. എന്നാൽ കടച്ചിൽ തുടങ്ങിയ ഉടൻ തന്നെ ആ കൂറ്റൻ പർവ്വതം താങ്ങാനാവാതെ കടലിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങി. പ്രപഞ്ചം മുഴുവൻ പ്രതിസന്ധിയിലായ ആ നിമിഷത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ലക്ഷക്കണക്കിന് വലിപ്പമുള്ള ഒരു വലിയ കൂർമ്മരൂപമായി അവതരിച്ചു. ഭഗവാൻ കടലിന്റെ അടിത്തട്ടിൽ ചെന്ന് ആ കൂറ്റൻ പർവ്വതത്തെ തന്റെ പുറത്ത് താങ്ങി നിർത്തി. ഭഗവാന്റെ സഹായത്തോടെ പാലാഴി മഥനം വിജയകരമായി പൂർത്തിയാക്കുകയും ദേവന്മാർക്ക് അമൃതം ലഭിക്കുകയും ചെയ്തു. അഹങ്കാരം വെടിഞ്ഞ് ഒന്നിച്ചു നിന്നാൽ ഏത് പ്രതിസന്ധിയും മറികടക്കാം എന്നാണ് കൂർമാവതാരം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അടുത്ത ഭാഗമായ വരാഹാവതാരത്തിന്റെ കഥയ്ക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹരി ഓം.